അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 10-ാമത്തെ ഹദീസാണ് നമ്മൾ പറയുന്നത്. ഹദീസ് പാഠത്തിലെ കണക്കില്ലാത്ത പ്രതിഫലം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു അമലി ഇബ്നി ആദമ യുളഅഫുൽ ഹസനതു അശ്റു അംസാലിഹ ഇലാ 700 ളിഅഫിൻ ഖാല അല്ലാഹു അസ്സ വജൽ ഇല്ല സൗം ഫഇന്നഹു ലി അന അജ്സി ബിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയുന്നു, മനുഷ്യരുടെ എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുന്നതാണ്. അല്ലാഹു പറയുന്നു, നോമ്പിനൊഴികെ അതിന് ഞാൻ കണക്കല്ലാത്ത പ്രതിഫലം നൽകുന്നതാണ്. ഈ ഹദീസ് പ്രധാനമായും 3 കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 1, പ്രതിഫലം വർദ്ധിക്കും. വിശ്വാസികൾക്ക് പ്രതീക്ഷയേകുന്ന ഒന്നാണ്. ഇസ്ലാമിൽ നന്മകൾക്കുള്ള പ്രതിഫലം, ഒരു നന്മ ചെയ്താൽ 10 മുതൽ അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അള്ളാഹു നൽകുക. മനുഷ്യൻ്റെ ഇഖ്ലാസ് അഥവാ നിഷ്കളങ്കത, പ്രവൃത്തിയുടെ ഗൗരവം എന്നിവ അനുസരിച്ച് 700 ഇരട്ടി വരെ വർദ്ധിക്കാം. എന്നാൽ തിന്മകൾക്കൊരു ശിക്ഷ മാത്രമാണ് റബ്ബ് നൽകുന്നത്. കൂടുതൽ നന്മകൾ ചെയ്യാൻ വിശ്വാസികൾക്ക് പ്രേരണ നൽകുന്ന ഒരു അധ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ്. നാളെ പരലോകത്ത് കർമ്മങ്ങളുടെ രേഖ നമുക്ക് ലഭിക്കുമ്പോൾ കർമ്മരേഖ ധന്യമാക്കാനുള്ള അവസരമാണ് നന്മകൾ വർദ്ധിപ്പിക്കുക എന്നത്. അതുകൊണ്ട് ധാരാളം നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനും അതിന് നല്ല നിയ്യത്ത് വെക്കാനും നമുക്ക് സാധിക്കണം. 2, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു പറയാൻ കാരണം, എല്ലാ ആരാധനകളും അള്ളാഹുവിനുള്ളതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നോമ്പിനെ മാത്രം എടുത്തു പറഞ്ഞത്? പണ്ഡിതന്മാർ ചില കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. രഹസ്യമായ ഒരു ആരാധനയാണ് നോമ്പ്. നമസ്കാരമോ ഹജ്ജോ ദാനധർമ്മങ്ങളോ ഒക്കെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരാൾ നോമ്പുകാരനാണോ എന്നതിന് അള്ളാഹുവും പിന്നെ ആ വ്യക്തിയും മാത്രമേ സാക്ഷിയാവൂ, അല്ലെങ്കിൽ അറിയൂ. അവിടെ റിയാ, പ്രകടനപരത കടന്നു വരാൻ സാധ്യത കുറവാണ്. ഇഷ്ടവിഭവങ്ങൾ ഉപേക്ഷിക്കലാണ് രണ്ടാമത്തെ ഒരു കാര്യം. തൻ്റെ ശാരീരികമായ ആഗ്രഹങ്ങളെയും ഭക്ഷണത്തെയും അള്ളാഹുവിന് വേണ്ടി ഒരാൾ മാറ്റിവെക്കുന്നു എന്നത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. 3-ാമത്തെ ഒരു പാഠം, അള്ളാഹു നൽകുന്ന പ്രത്യേക പ്രതിഫലം. മറ്റു സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം എന്ന് കൃത്യമായി കണക്കുണ്ട്. എന്നാൽ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹു രഹസ്യമാക്കി വച്ചിരിക്കുന്നു. ഞാൻ അതിന് പ്രതിഫലം നൽകുമെന്ന് പറയുമ്പോൾ ആ പ്രതിഫലം കണക്കുകൾക്കപ്പുറമുള്ളതും അത്യന്തം വിശാലവുമായിരിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു രാജാവ് നിനക്കുള്ള സമ്മാനം ഞാൻ നേരിട്ട് തന്നുകൊള്ളാം എന്ന് പറയുമ്പോൾ വലിയ ഒരു പ്രതീതി നൽകുന്നതിനേക്കാൾ മഹത്തരമാണ് അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം. ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠങ്ങളുണ്ട്. സൽപ്രവർത്തികൾ ചെയ്യാൻ വിശ്വാസിയെ നിരന്തരം പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഖുർആനും ഹദീസും. നോമ്പ് കേവലം പട്ടിണിയല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ വിശ്വസ്തതയാണ് നോമ്പിൻ്റെ മുഖമുദ്ര. ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി കർമ്മങ്ങൾ ചെയ്താൽ പ്രതിഫലം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ക്ഷമയുടെ അഥവാ സുബ്ർ ഏറ്റവും വലിയ ഉദാഹരണമാണ് നോമ്പ്. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ക്ഷമയോടുകൂടി നോമ്പ് നോറ്റ് നല്ലവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.